89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട് സ്റ്റേറ്റ് അവാർഡിന് നിറവിൽ നിൽക്കുന്ന ജസ്റ്റിൻ വർഗീസ് ആണ് എന്റെ കൂടെ ഉള്ളത്. നമസ്കാരമുണ്ട് ജസ്റ്റിനെ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. താങ്ക് യു. നമസ്കാരം. അപ്പോ രണ്ടാമത്തെ സ്റ്റേറ്റ് അവാർഡാണ്, എന്താണ് തോന്നുന്നത്, എന്താണ് മനസ്സിൽ ഇപ്പോൾ വരുന്ന കാര്യങ്ങളെല്ലാം? സന്തോഷവും ഭയങ്കര എക്സൈറ്റ്മെന്റും എല്ലാം തന്നെയാണ്. അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പൊ അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അടിപൊളി. എന്താണ് ഈ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ചില റെസ്പോൺസുകളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ആരൊക്കെയാണ് വിളിച്ചത്, എന്തൊക്കെയാണ് സംഭവിച്ചത്? അങ്ങനെ നമ്മള് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അങ്ങനെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഭയങ്കര എനിക്ക് പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് കിട്ടിയപ്പോ തന്നെ ഞാൻ ഡയറക്ടറായിട്ട് വിളിച്ചിട്ട് സംസാരിച്ചായിരുന്നു. അതാണ് എനിക്ക് ഇതിനകത്തുള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും കരച്ചിലായിരുന്നു, കരഞ്ഞുപോയി. അതെ. അപ്പൊ അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു മൊമെന്റ്. എനിക്കത് ഈ സിനിമയ്ക്ക് തന്നെ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. സത്യം. എന്തായാലും അടിപൊളിയായി. നമ്മളതിന്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചോ അത് തന്നെയാണ്, ജസ്റ്റിൻ ഇതിന്റെ അകത്ത് കലക്കിയിട്ടുണ്ട്, അവാർഡുകൾ ഒരുപാട് തേടി എത്തണമേ എന്ന് തന്നെയായിരുന്നു എന്റെയും ഒരു ആഗ്രഹം. അതുപോലെ തന്നെ നടന്നു. അതെ, ഞാൻ പക്ഷെ ഒരിക്കലും അങ്ങനെ അവാർഡ് അങ്ങനത്തെ ഒരു സിനിമയായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മീൻസ് അതായത് അവാർഡ് പരിഗണിക്കുന്ന അല്ലെങ്കിൽ ചെയ്ത പാട്ടൊക്കെ അങ്ങനെ അവാർഡ് എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവാർഡിന്റെ കാര്യത്തിൽ അത് ഇനി അവാർഡ് ഉണ്ടോ എന്നെങ്ങാനും അതിനുവേണ്ടി നോക്കിയിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് അറിഞ്ഞപ്പോ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എനിക്ക് അറിയില്ലായിരുന്നു അവാർഡിന്റെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പോലും അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റിന്റെ സ്റ്റേറ്റസ് കണ്ടെന്താണെന്നറിയോ, ഞാൻ മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് സമയത്തിനുള്ളിൽ കൊച്ചിയിലേക്ക് എത്തും, കോൾ എടുക്കാത്തോണ്ട് ആരും ഒന്നും വിചാരിക്കരുത് എന്നാണ് വാട്സാപ്പിൽ സ്റ്റേറ്റസ് ഇട്ട്. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിതുപോലെ ഇടയ്ക്ക് ചില സമയത്ത് ചില ബർത്ത്ഡേസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പം ചില സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ലോൺലിനെസ് ഒക്കെ വേണ്ടി വരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഓഫാക്കി കളയാറുണ്ട് ഫോൺ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നമ്മൾ ആ സമയത്ത് എല്ലാവരും സന്തോഷമായിട്ട് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഫോൺ ഓഫാക്കി വെക്കേണ്ടി വരുമല്ലോ. എന്തായാലും ഞാൻ ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യായിരുന്നു. അപ്പം എന്തായാലും ഫോൺ ഓഫാക്കി വെക്കണമല്ലോ. അപ്പൊ ഞാൻ ആ സമയത്ത് എയർപോർട്ടിൽ ചെന്നപ്പോഴും ഇങ്ങനെ കോള് വരുമ്പോ എനിക്ക് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ഞാൻ വിളിക്കാട്ടോ, അല്ലെങ്കിൽ അവർ കാര്യമായിട്ട് വിളിക്കുമ്പോ ഇവിടെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് അല്ലെങ്കിൽ അതുണ്ട് സംസാരിക്കാൻ പറ്റണില്ല എന്ന് പറയാം. പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ കയറുമ്പോ പോലും ഒരു ഇങ്ങനെ കോൾ വിളിക്കുമ്പോ പതുക്കെയുള്ള സംസാരിക്കുന്നത്. അപ്പൊ വിചാരിക്കും പൊതുവെ ഞാൻ അങ്ങനെ പതുക്കെ സംസാരിക്കുന്ന ആളല്ല, അതുകൊണ്ട് ഇവനെന്താണ് ഒരു ചാട എന്ന് വിചാരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നൊരു ഒരു സ്റ്റേറ്റസ് ഇട്ട് വെച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇട്ട് വെച്ചത്. പിന്നെ അതിന് ട്രോൾ എനിക്ക് വേറെ വന്നു. പക്ഷെ എന്തായാലും ബോംബെയിൽ പോയ കഥ നമ്മളിപ്പോ വെളിപ്പെടുത്തുന്നില്ല. ബോംബെക്ക് പോയ കഥ അത് നമ്മൾ പിന്നെ വെളിപ്പെടുത്തുന്നുള്ളൂ. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയിൽ നമ്മൾ കേട്ട അതേ ജസ്റ്റിൻ വർഗീസ്, അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ മുൻപ് എന്താ പറയുക, സുഹൃത്ത് വലയത്തിൽ വളരെയധികം എന്താ പറയുക ഇങ്ങനെ സ്നേഹത്തിൽ അല്ലെങ്കിൽ വളരെയധികം കമ്പനിയിൽ നിൽക്കുന്ന ആ ഒരു ജസ്റ്റിൻ വർഗീസ് തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ജസ്റ്റിൻ ഇങ്ങനെ നേരത്തെ പറയുന്നു ജാടയാണെന്നൊക്കെ കരുതുന്നു. എനിക്ക് തോന്നിയിട്ടില്ലോ ജസ്റ്റിൻ ഇതുവരെയും നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ മുതൽ ഇന്ന് വരെയും പഴയ ജസ്റ്റിനാണ് എനിക്ക്. ആ ഒരു കാര്യം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഈ മണിക്കൂറിലെ ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നു. മ്യൂസിക് ഡയറക്ടർ, സ്റ്റേറ്റ് അവാർഡ് വിന്നർ ജസ്റ്റിൻ വർഗീസ് ആണ് എന്റെ കൂടെ ഉള്ളത്. ഇത് SK ഹോട്ട്സ്പോട്ട്, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട്. എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ചാവേറിലെ പാട്ടിന് സ്റ്റേറ്റ് അവാർഡ് നേടിയ ജസ്റ്റിൻ വർഗീസ് ആണ്. അതിന്റെ മ്യൂസിക് ഡയറക്ടറാണ് എന്റെ കൂടെ ഉള്ളത്. ജസ്റ്റിനെ, നമ്മൾ ചാവേറിലേക്കുള്ള വരവിന്റെ കാര്യം ഒന്ന് പറയണം. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഈ കേരളത്തിന്റെ സ്വന്തം ഒരു സൗണ്ട്സ്കേപ്പ് എന്നൊക്കെ പറയാമെന്ന് എനിക്ക് തോന്നുന്നത്. ചാവേറിന്റെ ആ ഒരു സൗണ്ട്സ്കേപ്പിനെ ശരിക്കും ഒരു നാടൻ ശീലൊക്കെ ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, അതിപ്പോ അജഗജാന്തരം ആണെങ്കിലും അങ്ങനെ ഒരു ബ്ലെൻഡ് തന്നെയാണ്. അതായത് ഒരു നാടൻ സൗണ്ട്സ്കേപ്പാണ്. അപ്പോൾ ജസ്റ്റിൻ എങ്ങനെയാണ് ഈ ഒരു സൗണ്ട്സ്കേപ്പ് വർക്ക് ചെയ്തെടുത്തത്? എങ്ങനെയാണ് ശരിക്കും ഞാൻ പറഞ്ഞാൽ ജസ്റ്റിൻ എൻ്റെ ഒരു മാസ്റ്ററായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ തനതായ കേരളം സൗണ്ട്സ്കേപ്പിന്റെ. എങ്ങനെയാണ് അങ്ങനത്തെ ഒരു സൗണ്ടിങ് ഉണ്ടാക്കിയെടുത്തത്? അതായത് അജഗജാന്തരം കഴിഞ്ഞപ്പോ അജഗജാന്തരത്തില് ഫോക്ക് സോങ്സ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയൊക്കെ ആയിരുന്നു. അപ്പം ചാവേറിലോട്ട് വന്നപ്പോ എനിക്ക് ഒറിജിനൽസ് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ടിനോട് പറഞ്ഞു നമുക്ക് നമ്മുടേതായിട്ട് തന്നെ ഫുൾ അങ്ങനെ ചെയ്യാം. അപ്പം അതുകൊണ്ട് പാട്ടുകളുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷെ പാട്ടുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കോറിന്റെ കൂടെയാണ് പാട്ടുകൾ ചെയ്തത്. പാട്ടിന് വേണ്ടിയിട്ടൊരു സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ട്രാവൽ സോങ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അത് പാട്ട് വേണ്ടെന്നും തീരുമാനിച്ചായിരുന്നു. പക്ഷെ സ്കോർ ചെയ്ത് വന്നപ്പോഴാണ്
ഈ പാട്ടിലോട്ടൊക്കെ പോയത്. അപ്പൊ പാട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തെയ്യം ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്ലോട്ടുകളൊക്കെ സിനിമയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കണ്ണൂരിൽ പോയി ഇങ്ങനെ എന്റെ കുറച്ച് സുഹൃത്തുക്കൾ വഴി അവിടെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ അവിടുന്ന് കുറെ കണ്ണൂരിൽ നിന്ന് തെയ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചെണ്ട, അതുപോലെ കുഴല്, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു. അതിന്റെ കൂടെ തന്നെ ഞാൻ ആ സമയത്ത് ഹരീഷ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ ചെന്താമര സോങ് എഴുതിയ ഹരീഷിനെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ ഹരീഷിനോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് ഇങ്ങനെ തെയ്യത്തെ പറ്റിയും ഇതിന്റെ പാട്ടുകളെ പറ്റിയും ഈ തെയ്യത്തിലുള്ള കാര്യങ്ങളൊക്കെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തിയപ്പോ ഹരീഷാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അതിനകത്ത്. അപ്പൊ ഹരീഷ് എഴുതുകയും ചെയ്യും. അങ്ങനെയാണ് ഹരീഷിന്റെ അടുത്ത് സംസാരിച്ച് ഈ ചെന്താമര എന്ന് പറഞ്ഞ പാട്ടും ഇത് വേറൊരു പൊലിക എന്ന് പറഞ്ഞ പാട്ടും ഉണ്ട്. അപ്പം ഇതൊക്കെ ആ സമയത്ത് നമ്മൾ ഈ സിനിമയുടെ പ്ലോട്ടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ചില തെയ്യം ആയിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ എനിക്ക് ഹരീഷ് പറഞ്ഞു തന്നു. അപ്പൊ അതിന്റെയൊക്കെ പ്രമേയങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അത് ഹരീഷാണ് സത്യത്തിൽ എന്നെ ആ ഒരു സ്പേസിൽ ആ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് സഹായിച്ചത്. അപ്പോ എന്തായാലും ഈ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനിയിപ്പോ കേൾക്കാൻ പോകുന്നത്. ചെന്താമര എന്നുള്ള പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ ഒരു മൂഡിൽ നമ്മൾ അടുത്ത ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കാൻ പോവാണ്. എന്റെ കൂടെ ഉള്ളത് സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ജസ്റ്റിൻ വർഗീസ് ആണ്. ഇത് SK ഹോട്ട്സ്പോട്ട്, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. ഈ ഒരാള് ചെയ്ത പാട്ടുകളെല്ലാം, അതായത് ഒരു സിനിമ, ഇദ്ദേഹം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 15 സിനിമകൾ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ ഒരു റഫ് കണക്ക്. ശരിയല്ലേ ജസ്റ്റിനെ? 13. എനിക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നില്ല. ഒരു 12 ആയിരുന്നു, 11-12 ആയിരുന്നു. 11-12. അപ്പൊ ഓക്കെ, ഞാൻ എന്തായാലും 12 ഞാൻ ഉറപ്പിക്കുകയാണ്. അപ്പോ അത് ഉറപ്പില്ല, അതെനിക്ക് അതിനകത്തൊരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്. ഓക്കെ, എന്തായാലും ജസ്റ്റിൻ ചെയ്ത എല്ലാ സിനിമകളിലും ഒരു ഹിറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ സിനിമകളിലും ദൈവം സഹായിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഓരോ ഹിറ്റുകൾ ഉണ്ടാക്കി അതിനൊക്കെ എന്താ പറയുക, ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും വൈറലാക്കി കൊണ്ടുവന്ന ജസ്റ്റിനാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ജസ്റ്റിനെ ഇനിയിപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് ജസ്റ്റിന്റെ ചില പാട്ടുകളെ കുറിച്ചാണ്. അതായത് ഫ്രം അശുഭമംഗളകാരി ടു ഹിജാബി ടു പൊലിക. വേഴ്സിറ്റാലിറ്റി ആണ് സാറേ ഇവന്റെ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റിൻ എന്നെ ഞാൻ തെറ്റുകാരനാന്ന് പറയൂ, അങ്ങനെ പറയാൻ പറ്റുമോ ജസ്റ്റിന്? എനിക്ക് അങ്ങനെ ചെയ്യാൻ എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റാണ്. സിനിമകൾ നമുക്ക് അത്തരം സിനിമകൾ വരുമ്പോഴാണ് മാറി വേറെ ജോണർ സിനിമകൾ വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഒരേ തരത്തിലുള്ള സിനിമകൾ തന്നെയാണ് ചെയ്യണമെങ്കിൽ നമ്മളുടെ പാട്ടുകളും അതുപോലെയൊക്കെ തന്നെ ആ ഒരു സിമിലർ സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം കുറച്ച് സിനിമകൾ മാറി വേറെ ജോണർ സിനിമകൾ വരികയാണെങ്കിൽ നമുക്ക് മാറ്റി ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ സെലക്ട് ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും അങ്ങനെ വേറെ പാട്ടുകളും വരുന്നത്. ഇപ്പോ ഒരു ജസ്റ്റിൻ എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് പുതിയ സിംഗേഴ്സിനെ പലപ്പോഴായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പല തരത്തിലും അല്ലെങ്കിൽ പല ലിറിസിസ്റ്റുമാരെയും ജസ്റ്റിൻ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് അങ്ങനെ ഒരു ഹോംവർക്ക് ഒക്കെ ഇതിന്റെ പുറകെ നടക്കുന്നത്? ജസ്റ്റിൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അവരുടെ ഡെമോസ് കേട്ടാണ് എടുക്കുന്നത്? കൂടുതലും ഡെമോസ് ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. അതല്ലെങ്കിൽ ഇപ്പോ നമ്മളുടെ മ്യൂസീഷ്യൻ സർക്കിളിൽ തന്നെ ആരെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ നമ്മളായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ചില വോയിസുകൾ അയച്ചു തരും. അല്ലെങ്കിൽ അപ്പൊ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് ഇവര് വന്നാൽ പാട്ടിന് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും തോന്നാറുണ്ട്. അപ്പൊ കാരണം അവരുടെ അധികം കേട്ടിട്ടില്ല, അവര് ഫ്രഷും ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ വോയിസ് ആദ്യം എനിക്ക് കൊണ്ടുവരണം എന്നുള്ള ചെറിയൊരു സ്വാർത്ഥ താല്പര്യം ഉണ്ട് എന്ന് പറയും. അപ്പൊ ഞാനിപ്പോ ഈ ചെന്താമര പാടിയത് പ്രണവിന്റെ വോയിസ് കേട്ടപ്പോ തൊട്ടേ എനിക്ക് ഇവനെ എങ്ങനെയെങ്കിലും ഒരു പാട്ട് പാടിപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് ചാക്കിലാക്കണം അല്ലെ? അതെ സത്യം. അപ്പൊ അങ്ങനെയാണ് തേടി കണ്ടുപിടിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം റീൽസിൽ കാണുമ്പോഴും ഒക്കെ ഞാൻ അങ്ങനെ വേണം എന്നുള്ളവരെ ഫോളോ ചെയ്തിരിക്കും വെക്കും. അപ്പൊ പിന്നെ മറന്നുപോയില്ലല്ലോ, അതുകൊണ്ട്. ഓ അടിപൊളി. അപ്പോ ജസ്റ്റിൻ വർഗീസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇനിയിപ്പോ ജസ്റ്റിന്റെ വീട്ടിൽ 2 പ്ലേബാക്ക് സിംഗേഴ്സ് ഉണ്ട്. അവരെ കുറിച്ചാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കൂ. സേതു ആണ് കൂടെ. എന്റെ കൂടെ ഉള്ളത് മ്യൂസിക് ഡയറക്ടർ ജസ്റ്റിൻ വർഗീസ്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഒരുപാട് ഹിറ്റുകൾ, അതായത് ഇപ്പോൾ അശുഭമംഗളകാരി, ഹിജാബി, അതേപോലെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പൊലിക എന്നുള്ള പാട്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ എന്താവോ എന്നുള്ള പാട്ട്, നനവേറെ എന്നുള്ള പാട്ട്. അപ്പൊ ഇങ്ങനെ ഒരു പിടി ഹിറ്റുകൾ നമുക്ക് തന്നിട്ടുള്ള ജസ്റ്റിൻ വർഗീസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ജസ്റ്റിനെ ജാതിക്കാത്തോട്ടം ഞാൻ പറയാൻ മറന്നുപോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലെ 2 പ്ലേബാക്ക് സിംഗേഴ്സ് ഉണ്ട്. 2 പേരെ എനിക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഈ 2 പേരെ, മീരയുടെ കാര്യവും അതേപോലെ തൻവിപ്പെണ്ണിന്റെ കാര്യവും ജസ്റ്റിൻ തന്നെ പറയണം. എന്താണ് അവരുടെ വിശേഷങ്ങൾ? പറയൂ. വിശേഷം ഇപ്പൊ ഞാൻ വീട്ടിൽ വന്നപ്പോ കൊച്ചന്റെ അടുത്ത് പറയായിരുന്നു,
ഞാൻ പുതിയ ചെയ്തൊരു പാട്ടുണ്ട്. അപ്പൊ ഞാൻ ചുമ്മാ ഇവിടെ കേൾപ്പിച്ചു കൊടുത്തു, കേട്ടു നോക്കി. അവളെ ഞാൻ പാട്ടൊക്കെ കേൾപ്പിക്കാറുണ്ട്, കൊച്ചിനെ രണ്ടുപേരും കേൾപ്പിക്കും. ഇപ്പൊ പാട്ടൊക്കെ കേട്ടപ്പോ എന്റെ അടുത്ത് പറയാണ്, അപ്പൊ എനിക്ക് സിനിമയിൽ പാടണം എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ പാട്ട് പഠിക്കാതെ മര്യാദക്ക്, അത് കഴിഞ്ഞിട്ട് ആലോചിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ അപ്പൊ അവള് ഇത് എന്താ വെച്ചാൽ പാൽത്തു ജാൻവർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ, അതുപോലെ മ്യാവൂലൊരു കുഞ്ഞ്, ഇതൊക്കെ ഞാൻ വെറുതെ പാടിപ്പിച്ചു. ഒരു കുട്ടി പാടുന്നു, അവരുടെ പിച്ച് റേഞ്ച് എങ്ങനെ ഇരിക്കും, കുട്ടികളുടെ പിച്ച് റേഞ്ച് നമ്മുടെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് എളുപ്പത്തിന് ഇങ്ങനെ പാടിപ്പിച്ചതാണ് ഈ പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞ പാട്ടൊക്കെ. അപ്പൊ അത് പാടിക്കഴിഞ്ഞപ്പോ അവള് പാടിയപ്പോ അതിനകത്ത് എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നി. ഞാൻ വേറെ കുട്ടികളെ കൊണ്ട് പഠിച്ചു നോക്കി. ഞാൻ അങ്ങനെ എന്റെ മോളായതുകൊണ്ട് അങ്ങനെ ഞാൻ എന്റെ കാര്യത്തിൽ പോലും നോക്കാറില്ല. ഞാൻ തന്നെ ചിലപ്പോ പാടി വയ്ക്കുമ്പോ ഡയറക്ടേഴ്സ് എന്റെ അടുത്ത് നീ തന്നെ പാടിക്കോന്ന് പറഞ്ഞാലും ഈ പാട്ട് വേറൊരാള് പാടുമ്പോഴാണ് നന്നാവാന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിനാണ് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവര് പാടിയത്, അവള് കൊച്ചു പാടിയതായാലും വൈഫ് പാടിയതായാലും അതൊക്കെ എനിക്ക് തോന്നുന്നു. ഇപ്പൊ അശുഭ പങ്കളാരിയിൽ ഒരു ചെറിയ പോർഷൻ മീര പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും പിന്നെ അതുപോലെ വിശുദ്ധ മെജോമൻ സിനിമയിൽ ചെറിയൊരു പോർഷനും മീര പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്റെ അടുത്ത് അതിന്റെ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ നിർബന്ധിച്ചപ്പോഴാണ് സത്യത്തില് അവളുടെ വോയിസ് തന്നെ കീപ്പ് ചെയ്തത്. അതല്ലെങ്കിൽ ഞാൻ ട്രാക്കായിട്ട് പഠിച്ചതാണ് അതെല്ലാം. അപ്പം കൂടുതലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അവര് അങ്ങനെ ഇതിനു വേണ്ടി പാടിപ്പിച്ചതല്ല ശരിക്കും പറഞ്ഞാല്. പാടി ഒരു ട്രാക്കൊക്കെ ആയിട്ട് പാടി വന്നപ്പോ പിന്നെ അവരുടെ വോയിസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയപ്പോ ബാക്കി ഡയറക്ടറും പ്രൊഡ്യൂസറും തീരുമാനിച്ച് പിന്നെ അങ്ങനെ വന്നതാണ് സത്യത്തിൽ. അല്ല, സത്യം പറഞ്ഞെങ്കിൽ അത് കറക്റ്റ് ഡിസിഷൻ ആയിരുന്നു ജസ്റ്റിന്. കാരണം മീരയുടെ പോർഷൻസ് ഒക്കെ ഭയങ്കര രസമാണ് അശുഭമംഗള കാര്യത്തില്. അപ്പൊ നമ്മളത് ഏറെ സന്തോഷിച്ചു അത് കേട്ടപ്പോ, നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ഡിസിഷൻ കെങ്കേമം എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. എങ്കിൽ പിന്നെ നമ്മൾ ആ പാട്ട് തന്നെ കേൾക്കാൻ പോവാണ്. ജസ്റ്റിന്റെ ഭാര്യ പാടിയിട്ടുണ്ട്, ഒപ്പം ശരത്ത് കൂടി പാടിയ പാട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നു. ഓൺ സർഗ ക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. ഈ ഒരാളുടെ വരവ് ശരിക്കും എന്താ പറയാ, ഒരു അൽത്താഫ് സലീമിന്റെ ഒരു പുതിയ സംവിധായകൻ എന്നുള്ള രീതിയിൽ അൽത്താഫ് സലീമിന്റെ വരവിന്റെ കൂടെ ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള വരവായിരുന്നെങ്കിൽ ഇപ്പോൾ അൽത്താഫ് സലീമും നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജസ്റ്റിൻ വർഗീസ് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജസ്റ്റിൻ വർഗീസ് എന്നുള്ള സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ജസ്റ്റിനെ നമ്മൾ നേരത്തെ ബോംബെയിൽ പോയ കഥ പറഞ്ഞല്ലോ, മുംബൈക്ക് പോയ കഥ പറഞ്ഞില്ലേ, അപ്പോൾ അത് സ്ത്രീ 2-ന്റെ കഥയാണ്. അപ്പോൾ എന്താണ് സ്ത്രീ 2-ന്റെ വിശേഷങ്ങൾ? എവിടം വരെ എത്തി? ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പടം, ആളുകൾ വൻ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ ഹിറ്റായി സിനിമ. അപ്പം പക്ഷെ നമുക്ക് ചില സിനിമകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹിറ്റ് ഒരു മണം അടിക്കുമല്ലോ, ചിലപ്പോ അടിപൊളിയായി വരും, ചിലത് നമുക്ക് പിടികിട്ടില്ല. പക്ഷെ സ്ത്രീ 2 എനിക്ക് ചെയ്യാൻ കിട്ടി. ചെയ്തപ്പോ തന്നെ എന്താ പറയാ, ഇത് ഉറപ്പായിട്ട് ഹിറ്റ് അടിക്കുമെന്ന് അപ്പോഴേ തോന്നിയായിരുന്നു. കാരണം നമ്മൾ ഫുൾ ടീം ഉണ്ടല്ലോ, എല്ലാവരും സിനിമ കൊണ്ട് ഫുൾ ചിരിയായിരുന്നു. അപ്പൊ ഇതൊരു ഹൊറർ മൂവിയാണ്, പക്ഷെ ഒരു ഫുൾ പടം മുഴുവനായിട്ടും ഹ്യൂമർ സീൻസും ഒരുപാടുള്ള പടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമ കണ്ടപ്പോ തൊട്ട് അവസാനം വരെ നമ്മൾ ചിരിക്കുക. അപ്പൊ ഇതുപോലെ നമ്മൾ തണ്ണീർമത്തനൊക്കെ കാണുമ്പോഴായിരുന്നു ഇതുപോലെ എല്ലാ സീനും ചിരിയാണ്. അപ്പൊ അവരിങ്ങനെ ടെൻഷൻ, അവർക്ക് ഇങ്ങനെ സിനിമ സമയത്ത് ടെൻഷൻ ഉണ്ടാവും, ഇത് എന്താവും എന്ന് വിചാരിക്കുമ്പോ നമ്മൾ ചിരിക്കുന്ന പോലെ ആൾക്കാർ ചിരിച്ച പടം ഹിറ്റ് എന്ന്. അപ്പൊ എന്ന് പറഞ്ഞാൽ സ്ത്രീ 2 കാണുമ്പോൾ അതായിരുന്നു. ഇനിയിപ്പോ നമ്മൾ ചിരിക്കുന്നതും അവിടെയുള്ള ആൾക്കാർ ചിരിക്കുമ്പോഴിപ്പം അപ്പൊ അത് അറിഞ്ഞൂടെ, അവർക്കും ഇത് വർക്കാവുന്ന കോമഡിയാണോ, നമുക്ക് ഇഷ്ടപ്പെട്ട് ഇരിക്കുന്നതാണോ. പക്ഷെ അത് തിയേറ്ററിൽ അതുപോലെ തന്നെ ചിരി മോളം തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ അതൊരു ഞാൻ ഇതിന്റെ ഡയറക്ടറെ ഒരു ജോജി കഴിഞ്ഞ സമയത്ത് പരിചയപ്പെട്ടതാണ്. പുള്ളി എന്നെ വിളിച്ചതാണ്, ജോജി കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചതാണ്. പക്ഷെ അന്ന് തൊട്ട് പല സിനിമകളും എന്നെ വിളിച്ചായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ഇതിന് തൊട്ട് മുമ്പ് ഒരു സിനിമയോട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തായിരുന്നു, അവരുടെ തന്നെ പ്രൊഡക്ഷൻ ഒരു പടം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ത്രീക്ക് വേണ്ടിട്ട് തന്നെ വിളിച്ചത്. അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പിൽ അങ്ങനെ ഒരു പടം കൂടി ചെയ്തു. അപ്പൊ എന്തായാലും അപ്പൊ ആ സിനിമയും അത്യാവശ്യം ഹിറ്റായിരുന്നു. അപ്പം 2 സിനിമകളും ഹിറ്റായി. അപ്പം അവരായിട്ട് ഒരു നല്ല ബന്ധമായി. അപ്പം അത് ഭയങ്കര ഫുൾ ടീം നല്ല കമ്പനിയാണ്, അടിപൊളിയാണ്. എന്താണ് ഹിന്ദിയിൽ പുതിയ സംസാരങ്ങൾ നടക്കുന്നുണ്ടോ? ഇപ്പൊ ഇവരുടെ തന്നെ പ്രൊഡക്ഷന്റെ 1-2 പ്രൊജക്ട്സ് കൂടെ അവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് നല്ല വലിയ പ്രൊജക്ട്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാനായിട്ടുള്ള ധൈര്യത്തിലോട്ട് ഞാൻ എത്തിയിട്ടില്ല. അത് ആവില്ല എന്താവും എന്ന് നോക്കിയിട്ട് പറയാമെന്ന് ഓർത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അത് മാത്രമല്ല, നമുക്കൊരു വലിയ അനൗൺസ്മെന്റിലൂടെ അത് കേൾക്കാൻ കഴിയട്ടെ അല്ലെ. ഉറ്റുനോക്കുന്ന ഇന്ത്യ മുഴുവൻ ഇങ്ങനെ ആഘോഷമാക്കുന്ന ഒരു അനൗൺസ്മെന്റ് അതിന്റെ പുറത്ത് വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കണം. അപ്പം കുറച്ചിന് മുന്നേ നമ്മൾ അൽത്താഫിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോ അൽത്താഫും ജസ്റ്റിനും കൂടി അടുത്ത പ്രോജക്റ്റ് വരുന്നുണ്ട്, OKCK അല്ലെ.
ഓടും കുതിര ചാടും കുതിര എവിടം വരെ എത്തി? കുതിര എവിടം വരെ എത്തി? കുതിര ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എത്തിയിട്ടില്ല. നല്ല ഓട്ടത്തിലാണ്. ഇപ്പം ഷൂട്ട് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതും ഇപ്പൊ ഒരു പാട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം അടുത്ത ഒരു ബ്രേക്ക് ഉണ്ടാവും. അപ്പൊ അതിന്റെ സമയത്ത് അടുത്ത പാട്ട് ചെയ്യണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും കുറച്ച് സമയം എനിക്ക് എന്തായാലും സമയമുണ്ട്. അത് തുടങ്ങാറായിട്ടില്ല, ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ എന്തായാലും പക്ഷെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ OKCKയുടെ കാര്യം നമ്മൾ പല ഇടത്തായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് അറിയുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ജസ്റ്റിന്റെ തന്നെ സ്റ്റേറ്റസിലോ ജസ്റ്റിന്റെ തന്നെ സ്റ്റോറിയിലോ എവിടെ ഞാൻ റെക്കോർഡിംഗ് നടക്കുകയാണെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ നമ്മൾ വളരെയധികം വെയിറ്റ് ചെയ്യാണ് ആ പ്രോജക്റ്റിന് വേണ്ടി. അതുപോലെ തന്നെ ഞണ്ടുകളുടെ ഒക്കെ പോലെ ഭയങ്കര ഹ്യൂമറൊക്കെ ഉള്ളൊരു സിനിമയാണ്. അപ്പം നന്നായി വരുമെന്ന് വിചാരിക്കുന്നു. സൂപ്പർ. ഇനിയിപ്പോ നമ്മൾ ജസ്റ്റിന്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത് പാട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും ജോജിയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കാര്യമാണ്. അതിന്റെ അറേഞ്ച്മെന്റ്, അതേപോലെ അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കൂ. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. എന്റെ കൂടെ ഉള്ളത് ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. ഇതിന് മുന്നേ ഇപ്പൊ അദ്ദേഹം ചാവേറിലെ പാട്ടിനാണ് മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ള കാറ്റഗറിയിൽ സ്റ്റേറ്റ് അവാർഡ് നേടിയതെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ സ്റ്റേറ്റ് അവാർഡ് നേടിയത് ജോജിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനാണ്, OSTക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റിൻ വർഗീസ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. ജസ്റ്റിനെ, ഇനിയിപ്പോഴേ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ജോജിയുടെ കാര്യം പറഞ്ഞില്ലേ മോശമായി പോവും. മിക്കവാറും ജസ്റ്റിന്റെ സുഹൃത്തുക്കൾ, അതായത് ഇപ്പോൾ വിപിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റിന്റെ സുഹൃത്ത് വലയത്തിലുള്ള ഏറ്റവും അടുത്ത ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ മിഥുൻ ചേട്ടൻ, അല്ലെങ്കിൽ ഇപ്പോൾ വൈശാഖ് പോലുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ ഒന്ന് ഇടിച്ചിട്ട് പോകും ചിലപ്പോൾ ഇത് ചോദിച്ചില്ലെങ്കിൽ. അപ്പോൾ നമ്മളും ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ അതെന്താണത് ജോജി ചോദിച്ചില്ലല്ലോ എന്നുള്ളൊരു പരാതിയും വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ജോജിയുടെ പ്രൊഡക്ഷൻ അത് ജസ്റ്റിന്റെ ഒരു കില്ലർ വർക്കാണ്. അതിൻ്റെ ഒരു പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പറയും. നമ്മൾ അതിൻ്റെ വീഡിയോ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് നടന്നതെന്നുള്ളതിനെ കുറിച്ച്, എങ്ങനെയാണ് ആ ടീമിനെ ലോക്ക് ചെയ്യുന്നത്, ആ ഒരു ഓർക്കസ്ട്ര ടീം തന്നെ വേണം എന്നെങ്ങനെ തീരുമാനിക്കുന്നു, ഏത് രാജ്യത്തെ ടീമാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരാമോ? ഓർക്കസ്ട്രൽ അങ്ങനെ ഒരു ജോണർ, ഒരു ക്ലാസിക്കൽ ഓർക്കസ്ട്രൽ സ്റ്റൈലുകളൊക്കെ അതിനകത്ത് വന്ന ആ സിനിമയിൽ വന്നാൽ കൊള്ളാമെന്നുണ്ടെന്ന് എന്നോട് ആദ്യമേ ദിലീഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നോക്കാം, പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് പുറത്തുനിന്ന് റെക്കോർഡ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രമിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ദിലീഷ് ചേട്ടൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞ് നമ്മൾ കുറച്ചുപേരായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ബൾഗേറിയെന്നായിരുന്നു റെക്കോർഡ് ചെയ്തതൊക്കെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് അതിന്റെ പ്രൊഡക്ഷൻ അറേഞ്ച്മെന്റും പരിപാടികളെല്ലാം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരത് എഴുതിയെടുത്ത്, മീൻസ് അതിന്റെ നൊട്ടേഷൻസ് ഒക്കെ അവരെടുത്തിട്ട് അവർക്ക് പ്ലേ ചെയ്ത് അയക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഓൺലൈനിൽ നമുക്ക് മോണിറ്റർ ചെയ്യാം. പിന്നെ അവർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അവര് വായിക്കുന്നതായിട്ട് നമ്മൾ തന്നെ കിളി പോകും. അത്രയും അടിപൊളിയായിട്ടാണ് അവര് അത് പ്ലേ ചെയ്യുന്നത്. അപ്പം അത് നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എന്റെ കൂടെ വൈശാഖാണ് സ്ട്രിങ്സ് കുറെ അറേഞ്ച് ചെയ്തത്. അപ്പം പിന്നെ ബിപിൻ ലാൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിന്റെ ഇനീഷ്യൽ ഒരു ഡമ്മി ഇവരെ കേൾപ്പിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ലൈവൊക്കെ എടുത്തതൊക്കെ കരോളേട്ടനാണ് അതിന് വന്നതൊക്കെ. അപ്പൊ നമ്മൾ എല്ലാവരും ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നമ്മൾ ചെയ്ത ഒരു പീസ് ഇങ്ങനെ പുറത്തുനിന്നുള്ളൊരു ഓർക്കസ്ട്ര പ്ലേ ചെയ്യുന്ന കണ്ട് നമ്മൾ നമുക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ സമയത്ത്. എനിക്ക് തോന്നുന്നത് ഇതിന് മുന്നേ ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഒരു വിദേശ ഓർക്കസ്ട്ര ടീം എനിക്ക് തോന്നുന്നത് വായിച്ചതിൽ, അതായത് നമ്മൾ സോഷ്യൽ മീഡിയ കൂടി ഇത്രയും ചർച്ചയാക്കിയത് സൈറാത്തിന്റെ ആണെന്ന് തോന്നുന്നു അല്ലെ? എന്റെ ഓർമ്മയിൽ അങ്ങനെ വരുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ജെയ്ക്സ് ജോയൊക്കെ വായിപ്പിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഓൾറെഡി പുറത്തുനിന്ന്. പിന്നെ ഷൈറാത്തും ഇതുപോലെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കും ഇത് വന്നപ്പോൾ നമ്മൾ അത് ഭയങ്കരമായിട്ട് ഫീച്ചർ ചെയ്തല്ലോ. അത് അവരിപ്പം നമ്മുടെ പ്രൊഡക്ഷനും അതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ അതിനൊരു വാർത്തയാക്കി. അതെ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഇതിന് മുന്നേ ഇത്രയും ചർച്ച ചെയ്ത് നമ്മുടെ പ്രോജക്റ്റ് അതിന്റെ മുന്നേ സൈറാത്താണ് വന്നത്. എന്തായാലും അത് കാണുമ്പോൾ ഭീകര സന്തോഷമാണ് കിട്ടുന്നത്. അതായത് നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മളുടെ സ്വന്തം ജസ്റ്റിന് ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാണ് ഇത് ഇങ്ങനെ ചെയ്യണം. അപ്പൊ കുറെ വിദേശ ആർട്ടിസ്റ്റ് അല്ലല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ല, നമുക്ക് ഏറെ പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നാളുകളായിട്ട് അറിയാവുന്ന ഒരാളിരുന്നിട്ട് അത്രയും വലിയ ക്രൂവിനെ, അതും ഹോളിവുഡ് സിനിമകൾക്ക് വായിക്കുന്ന ഒരു ക്രൂവിന്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര എനിക്ക് മറ്റേ റൊമാൻറ്റിഫിക്കേഷൻ. നമ്മളുടെ കമ്പോസിഷൻ ടീം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അത് ഭയങ്കര തന്നെ. നമുക്ക് അങ്ങനെ ഞാൻ വിചാരിച്ചത് ഇതൊക്കെ ശരിയാവും എന്താവും എന്നുള്ളൊരു പിടിയില്ലായിരുന്നു. ഞാനും വൈശോക്ക് അത് പറയായിരുന്നു. ഇപ്പൊ പണി പാളി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ അത് എടുത്തു വെക്കാം, എന്നിട്ട് നമ്മൾ തൽക്കാലം നമ്മൾ ചെയ്തതൊക്കെ തന്നെ എടുത്തു വെക്കാം. എന്താണ് ഇതൊക്കെ അവര് നന്നായി വായിക്കുന്നവരാണ്, പക്ഷെ നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് നമ്മളുടെ പഠനത്തിൻ്റെതായിട്ടുള്ളതും അല്ലെങ്കിൽ ആ വെസ്റ്റേൺ ക്ലാസിക്കുകളിലൊക്കെ ഉള്ള നമ്മളുടെ അറിവിൻ്റെതായിട്ടുള്ള ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രോപ്പറായിട്ട് അവിടെ കമ്മ്യൂണിക്കേറ്റ് ആയോ അപ്പൊ അത് അങ്ങനെ അവര് തിരിച്ച് നമുക്ക് അതിന്റെ പ്ലേ ബാക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ വരൂ
എന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അത് വായിച്ചവരെ പ്രാക്ടീസിന് വേണ്ടി ജസ്റ്റ് ഒറ്റ പ്രാവശ്യം വായിച്ചപ്പോ തന്നെ നമ്മുടെ കിളി അറിയാതെ അതായിരുന്നു. അപ്പൊ അത് നമുക്കും എല്ലാവർക്കും നമ്മുടെ ടീമിനൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. ഓക്കെ, സൂപ്പർ. ഇനിയിപ്പോ 2 പേരുടെ പേരുകൾ ഇപ്പൊ ജസ്റ്റിൻ പറഞ്ഞു. ഒന്ന് വൈശാഖിന്റെ പേര് പറഞ്ഞു, ഒന്ന് വിപിന്റെ പേര് പറഞ്ഞു. വൈശാഖിനെയും വിപിൻ ലാലിനെയും അതിപ്പോ നമ്മളിപ്പോ തൈക്കുടം ബ്രിഡ്ജിന്റെ വോക്കലിസ്റ്റ് എന്നുള്ള നിലയ്ക്കല്ല, ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ, ഒരു കമ്പോസർ എന്നുള്ള നിലയ്ക്കും വിപിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നിങ്ങൾ 3 പേരുള്ള സൗഹൃദം, ആ കോംബോ അത് ഗംഭീര സംഗതിയാണ്. ഇപ്പൊ നനവേറയിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ കമ്പനിയെ പറ്റി. എന്നാലും ഒന്നുകൂടി പറയൂ, കേൾക്കാൻ ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആ പഞ്ച് ടീം? എനിക്ക് എന്താ സംഭവം എന്ന് വെച്ചാല്, ഞാനിപ്പോഴും ആലോചിക്കുന്ന വെച്ചാൽ എന്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഇപ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന, നമ്മൾ കുറെ നാളുകളായിട്ട് വിപിൻലാലൊക്കെ, ഞാൻ ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി ചെന്നൈ പോയപ്പോ തൊട്ടുള്ള സുഹൃത്ത് ബന്ധമാണ്. വിപിൻ, ഗോവിന്ദ്, അല്ലെങ്കിൽ ക്രിസ്റ്റി, ഇവര് എല്ലാവരും. അപ്പൊ ഇപ്പോഴും നമ്മുടെ അപ്പൊ അന്ന് തൊട്ടുള്ളതാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ബിജി ബാലേട്ടന്റെ അടുത്ത് വർക്ക് ചെയ്തായിരുന്നു. വൈശാഖ് ആണെങ്കിൽ ബിജി ചേട്ടന്റെ അടുത്ത് വന്നപ്പോഴാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. വൈശാഖ് ഇപ്പോഴും ഇപ്പോഴും ഒരുമിച്ച് എല്ലാ സിനിമകളിലും ഇപ്പൊ അവസാനം സ്ത്രീ വരെ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കുറെ പുതിയ ആൾക്കാർ വന്നു, പുതിയ കുട്ടികളൊക്കെ വന്നു. അപ്പം അങ്ങനെ ഇപ്പൊ ഞാൻ വിചാരിക്കാം എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്റെ കൂടെ ഞാൻ ആലോചിക്കാറുണ്ട്, അവിടെ പോയി ഇവരുടെ അടുത്ത് കഥ പറഞ്ഞു തന്നെ കുറെ സമയം പോകാറുണ്ട് വർക്ക് ചെയ്യേണ്ട സമയത്ത്. അപ്പൊ അത്രയും നമ്മുടെ കൂടെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളവരുടെ ആണ് ഞാനും എന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ഞാൻ ചൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് അതിപ്പോ ഏത് ആർട്ടിസ്റ്റ് ആയാലും എനിക്ക് കംഫർട്ടബിൾ ആണോ എന്ന് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. കാരണം നമുക്കൊരു വൈബ് ആണല്ലോ, ഇതൊക്കെ ചെയ്യുമ്പോ ഒരു വൈബ് അടിച്ച് ഇങ്ങനെ ചെയ്യണതിന്റെ ഒരു രസം. അതല്ലാണ്ട് എന്തായാലും പ്രഷറാണ് ഈ പരിപാടി, നമുക്ക് പ്രഷറാണ്, നമ്മുടെ ഡെഡ് ലൈൻ പ്രഷറുകൾ, അത് ഉറക്കം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. അപ്പൊ ഒരു ഓളത്തിന് പോകാൻ പറ്റുന്ന അങ്ങനെയുള്ള ടീമാണ് എനിക്ക് എപ്പോഴും ഞാൻ നോക്കാറുള്ളത്. എനിക്ക് എന്റെ ഭാഗ്യത്തിന് എനിക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും അടിപൊളി നല്ല മനുഷ്യന്മാർ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമില് ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളായാലും നമ്മൾ ഒന്നുകിൽ എന്നെ ട്രോളുന്നു അല്ലെങ്കിൽ ഞാൻ അവരെ ട്രോളുന്നു, എങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ആ പ്രഷർ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റാറുണ്ട്. ഇപ്പൊ നമ്മള് സ്ത്രീയുടെ ഫൈനൽ മിക്സിന് ഞാനും വൈശാഖ് കൂടി ബോംബെക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് പെട്ടെന്ന് ഒരു സീൻ കറക്ഷൻ ഒക്കെ വന്നിട്ട് പെട്ടെന്ന് എവിടെ ഇരിക്കാൻ സ്ഥലമില്ല. അപ്പൊ അവിടെ സ്റ്റുഡിയോയുടെ മുകളിൽ ഞങ്ങൾ അവിടെ ഒരു കിച്ചൺ സ്പേസ് ഒക്കെ കണ്ടെത്തി പെട്ടെന്ന് നമ്മൾ ഇത് സിസ്റ്റം ലാപ്ടോപ്പ് ഒക്കെ ആയിട്ടുള്ള പോയത്. അപ്പൊ അവിടെ ഒരു ചെറിയ കീബോർഡ് ട്രാവൽ പാക്ക് ഒരു സംഭവം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ എടുത്തു വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അവരെ ടെൻഷൻ അടുപ്പിച്ചില്ല, നമ്മൾ പെട്ടെന്ന് മാറിയിട്ട് പോയിട്ട് ചെയ്തൊക്കെ കൊടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് നമ്മള് അപ്പൊ ഇവിടെ വിളിച്ചു പറയുമ്പോ നമ്മള് അതെ ഇവിടെ ബോംബെയില് പോയി ചില്ല് ചെയ്യാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇവിടെ മറ്റേ അടുക്കളയിൽ ഇരുത്തി പണിയാന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ എന്തിനും കോപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തിനും നമ്മുടെ കൂടെ കൂട്ടുകാരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അത് എനിക്ക് അതുകൊണ്ട് അത് ഭയങ്കര സന്തോഷമാണ്. അടിപൊളി. അപ്പൊ എന്തായാലും ആ ഒരു സൗഹൃദത്തെ അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിനെ എപ്പോഴും എന്താ പറയണ ഇങ്ങനെ കൂടെ കൊണ്ടുനടക്കുന്ന ജസ്റ്റിന്റെ അടുത്ത സിനിമകളും അടുത്ത വരാൻ പോകുന്ന പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കുന്നതിന് മുന്നേ പാട്ടുകൾ വരുന്നുണ്ട്. ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ജസ്റ്റിൻ വർഗീസ് ആണ്. സിനിമകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത സിനിമകളെക്കാൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത സിനിമകളുടെ പേര് പറയുന്നതിനേക്കാളും എനിക്ക് അദ്ദേഹം ചെയ്ത പാട്ടുകൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും. അതിപ്പോൾ നമ്മളുടെ ഇപ്പോൾ അശുഭമംഗളകാരിയാണെങ്കിലും ഹിജാബി ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പാൽത്തു ജാൻവർ എന്നുള്ള പാട്ടാണെങ്കിലും അങ്ങനെ ഇപ്പോൾ പൊലികയാണെങ്കിലും ഒക്കെ പെട്ടെന്ന് എനിക്ക് ജസ്റ്റിൻ്റെ സിനിമകളെക്കാൾ കൂടെ എനിക്ക് പാട്ട് ഓർമ്മ വരും. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ജസ്റ്റിൻ വർഗീസ് മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ജസ്റ്റിനെ വർക്ക് ചെയ്തതിലെ ഏറ്റവും സീനിയർ ഡയറക്ടർ എന്ന് പറയാവുന്ന ലാൽ ജോസ് സാറല്ലേ? അതെ അതെ അതെ. എങ്ങനെയായിരുന്നു സാറിന്റെ കൂടെ വന്നൊരു എക്സ്പീരിയൻസ്? സാറ് എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, കൂടുതലും നമ്മൾ വിദ്യാജിയുടെ കൂടെയാണ് കണ്ടിരിക്കുന്നത്. ആ ഒരു കോംബോ ആണ് നമ്മൾ കണ്ടിരിക്കുന്നതല്ലോ. അപ്പോൾ സാർ ഇങ്ങനെ ജസ്റ്റിനെ വിളിച്ചപ്പോൾ ജസ്റ്റിന്റെ ഒരു എക്സ്പീരിയൻസ്, ഒരു ഹലോ സാർ എന്നൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടാവില്ല, എന്തായിരുന്നു സംഭവം? ഒന്നുമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി. സാറെ വിളിച്ചപ്പോ ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ കാണാനൊക്കെ പോയി ചെന്നപ്പോ ഈ പറഞ്ഞ പോലെ ആക്ച്വലി ഈ ഡയറക്ടേഴ്സിന്റെ ഒരു സെലിബ്രിറ്റിയാണ് ലാൽ ജോസ് സാറ്. അതായത് നമ്മളിപ്പോ ഏത് സിനിമ ഞാൻ നാട്ടിൽ പോയിട്ട് ഇപ്പൊ സ്ത്രീ 2 ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർ ഒന്നും മനസ്സിലാവില്ലേ. എന്നെ ലാൽ ജോസ് സാറ് വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാട്ടിലെല്ലാരും ആഹാ പൊളി എന്ന് പറയും. അതെ അതെ അതെ. അപ്പൊ ലാൽ ജോസ് സാറ് അങ്ങനെ സെലിബ്രിറ്റി കൂടിയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് എല്ലാ തരത്തിലും, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളും പ്രേമിച്ച പാട്ടുകളൊക്കെ സാറിന്റെ സിനിമകളിലെ പാട്ടും വിദ്യാജിയുടെ പാട്ടൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കരിമിഴിക്കുരുവിയിലൊക്കെ കുറെ കഥകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കതൊരു ഭയങ്കര
എന്താ പറയാ, എനിക്ക് ഒരു സ്പീച്ച്ലെസ് മൊമെന്റ് ആയിരുന്നു എനിക്ക് വന്ന ഒരു കോൾ. അപ്പം ഞാൻ സാറിന്റെ അടുത്ത് പോയി ഇങ്ങനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് സാർ എന്നെയും സുഹൈലിനെയും സാറിന്റെ മറ്റേ ഭാരതപ്പുഴയുടെ തീരത്തുള്ള വീട്ടിലൊക്കെ കൊണ്ടുപോയി 2-3 ദിവസമൊക്കെ അവിടെ സ്റ്റേ ചെയ്ത് അങ്ങനെ എന്താ പറയാ, അതൊരു അത്രയും സീനിയറായ ഡയറക്ടറിനോട് വർക്ക് ചെയ്തെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾ ചെന്നപ്പോ സാറ് വീടിന്റെ പുഴയിലേക്കുള്ള വഴിയൊക്കെ വെട്ടി നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞൊക്കെ വൃത്തിയാക്കി ഇട്ടു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് നമ്മളെ മറ്റേ അമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തു തരില്ല, പിള്ളേർക്ക് അങ്ങനെയൊക്കെ ഒരു ഫീലായിരുന്നു. അപ്പൊ എനിക്ക് സാറിന്റെ അടുത്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും ഒരു ഭാഗ്യമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ സാറായിട്ടാണെങ്കിലും നമുക്ക് ഒരു വെറുതെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഒരു ആ ഒരു റിലേഷൻഷിപ്പ് അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ടുള്ള ഒരു ബോണ്ട് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവരുമായിട്ട് ഉണ്ടാവാറുണ്ട്. അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു പ്രശ്നമില്ല. ഇപ്പം എനിക്കിപ്പോ ഈ സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ ഞാനിപ്പോ ടിനു ബാബച്ചന്റെ അടുത്ത് പറയും, എടാ അടുത്ത പടം വേറെ ആരെങ്കിലും വെച്ചിട്ടൊന്നും നോക്കാറുന്നില്ല, ഇനി നമുക്കൊരു ബ്രേക്ക് എടുക്കാം, അതിൽ നമ്മള് പല സംഭവം ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ ഞാൻ ഈ സ്ത്രീയുടെ ഡയറക്ടറോടും പറഞ്ഞായിരുന്നു നമുക്കിങ്ങനെ. അപ്പൊ എന്റെ അടുത്ത് പുള്ളി പറയും, ഇനി നീ നമ്മുടെ ഫാമിലി ആയിട്ട് മാറിക്കഴിഞ്ഞു എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും അങ്ങനെയൊന്നും വേണ്ട, നമുക്കിങ്ങനെ മാറി മാറിക്ക് ചെയ്യാൻ, വേറെ സൗണ്ട് വരും, എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സിനിമ എനിക്ക് തന്നാൽ മതി എന്നൊക്കെ പറയും. അപ്പം എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഇൻസെക്യൂർഡ് ആവേണ്ട കാര്യമില്ലാത്ത അത്ര നല്ല ബന്ധങ്ങൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് ആരായാലും, അപ്പൊ ലാൽജോ സാറിന്റെ അടുത്തൊക്കെ ആ ഒരു എന്താ പറയാ, ലാൽജോ സാറിന് നമ്മൾ ലാൽ ജോസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരാളിന്റെ അപ്പുറത്ത് എനിക്ക് അത്രയും അടുത്തുള്ള ഒരാളായിട്ട് എപ്പോഴും മാറി. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. നീ സാറിന്റെ വീട്ടിൽ പോയി നിൽക്കുക, അങ്ങനെയൊക്കെ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പാട്ടുണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് ടെൻഷനായിരുന്നു. കാരണം വിദ്യാജിയുടെ കൂടെ 4 മണിക്കൂർ 5 മണിക്കൂറിൽ 5 പാട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാറ് ഒരു പാട്ടിന് വേണ്ടിയിട്ട് എന്റെ അടുത്ത് എന്തെങ്കിലും ആയെന്ന് ചോദിച്ചിട്ട് പറയുമ്പോൾ എനിക്ക് അതൊരു സങ്കടമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, സാർ അത് എക്സ്പെക്ട് ചെയ്ത് വിദ്യാജിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് അതൊക്കെ സംഭവിച്ചത്. പക്ഷെ അതൊരു എന്തായാലും എനിക്ക് ലാൽജു സാറിന്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയത് എനിക്കൊന്നും എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കും. ഈ ഹിജാബിക്ക് പിന്നിലൊരു കഥയുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ ജസ്റ്റിനെ, അങ്ങനെയുണ്ടോ? അതായത് ആദ്യം ഉണ്ടാക്കിയ ട്യൂൺ പിന്നെ എന്നിട്ട് ജസ്റ്റിൻ മാറ്റി, അതായത് അങ്ങനെ ഒരു കഥയില്ലേ? അതുണ്ട്. അതിന്റെ കൂടെ ഒരു മൻസൂർ എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ മൻസൂർ വന്നിട്ട് കുറച്ചാളൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും എല്ലാവരും കേൾപ്പിക്കും, ഞാൻ പാട്ട് ചെയ്യുന്നതൊക്കെ എല്ലാവരും കേൾപ്പിച്ചിട്ട് ഒരു അഭിപ്രായമൊക്കെ എടുക്കാറുണ്ട്. അപ്പം മൻസൂർ ചേട്ടാ, ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, ഈ ട്യൂണിനിപ്പോ നമ്മുടെ നാട്ടിലെ മാപ്പിളപ്പാട്ടുകളുടെ ഒരു ട്യൂണാണ് ഉള്ളത്. അപ്പൊ അത് ഞാൻ അങ്ങനെ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ ഒരു ചെറിയൊരു ഈഗോ ഒക്കെ അടിക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു, അതല്ല, ഇത് ജസ്റ്റ് റഫ് അല്ലേ, അത് മൊത്തം എല്ലാ പ്രൊഡക്ഷനും കഴിഞ്ഞ് വരുമ്പോ ഈ പാട്ടിനെ ഞാൻ വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ അത് പറഞ്ഞു കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ സംശയം, എങ്ങനെയായോ? അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ അതിന്റെ ഒരു ബേസിക് ഒരു റൂട്ട് മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് ലിറിക്സ് ആദ്യം കിട്ടിയിട്ട് ട്യൂൺ ചെയ്തു. അപ്പൊ ലിറിക്സ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആ ട്യൂൺ മാറ്റിയിട്ട് വേറെ ട്യൂൺ ചെയ്തു, എന്നിട്ട് അവനെ കേൾപ്പിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഞാനിത് കേട്ടോക്ക്, ഇതൊക്കെ. എന്നിട്ട് ഞാൻ ലാൽജോ സാറിനെ ഇപ്പോഴുള്ള ട്യൂൺ കേൾപ്പിച്ചു. അപ്പൊ സാറിന് അതിനെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, വേറെ ട്യൂണും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കേൾക്കണ്ടോന്ന് വെച്ചിട്ട് പഴയ ട്യൂൺ വെറുതെ ഒന്ന് എടുത്തിട്ട് കേൾപ്പിച്ചു. അപ്പൊ സാർ ഇത് കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതാണ് അതിന്റെ ഒരു കഥ. അപ്പൊ ഞാനിപ്പോഴും പറയും, മനുഷ്യനൊക്കെ ഒരു പാട്ട് ചെയ്യുമ്പോഴേക്കും എല്ലാവന്മാരും വന്ന് ഡാർക്ക് അടിപ്പിക്കലാണ് വലിയ. പക്ഷെ ഞാൻ അതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്നത്. അവരും എന്റെ അടുത്ത് പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മൾ വൈശാഖം വന്നിട്ട് പറഞ്ഞു, ഇതെന്താ പരസ്യത്തിലൊക്കെ കേൾക്കണ പാട്ട് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തുറന്നടിച്ച് എല്ലാവരും അഭിപ്രായം പറയണോണ്ട് നമുക്കും തിരുത്താനുള്ള ഒരു അവസരം കിട്ടും. അതായത് നമുക്ക് ഒരു നല്ല ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടിയുള്ള സുഹൃത്തുക്കള് വേണ്ടത് ആക്ച്വലി. സത്യം. ഏതായാലും നമ്മള് ജസ്റ്റിൻ മ്യൂസിക് ചെയ്ത ആ ഹിറ്റ് പാട്ട് തന്നെയാണ് നമ്മൾ ഇനിയിപ്പോ കേൾക്കാൻ പോകുന്നത്. അദീഫ് പാടിയ പാട്ട്, സേതുവാണ് കൂടെ. ഇത് സർഗക്ഷേത്ര 89.6 FM. ഹിജാബി സോങ് വരുന്നു. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് സ്റ്റേറ്റ് അവാർഡ് വിന്നർ ജസ്റ്റിൻ വർഗീസ് ആണ്. 2ാമത്തെ സ്റ്റേറ്റ് അവാർഡ് അടിച്ച് സന്തോഷത്തിന്റെ ആ ഒരു എന്താ പറയണ കോണിപ്പടികൾ കയറിക്കൊണ്ടിരിക്കുന്ന ജസ്റ്റിനാണ് എന്റെ കൂടെ ഉള്ളത്. ജസ്റ്റിനെ പേര് മാറ്റേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണല്ലോ. ഇപ്പോ ജസ്റ്റിൻ വർഗീസ് എന്നുള്ള പേര് മാറ്റിട്ട് റീൽസ്റ്റിൻ വർഗീസ് എന്നാക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നോടൊന്നും തോന്നരുത് കേട്ടോ, മാമനോടൊന്നും തോന്നല്ലേ. അല്ല വേറൊന്നുമല്ല, റീൽസിൽ വരുന്ന മിക്ക മ്യൂസിക്കും ഇപ്പൊ ജസ്റ്റിനെ വന്നോണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള്
റിസ്വാൻ ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ ആണല്ലോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോ. അപ്പൊ അതിൻ്റെ അകത്തും നമ്മുടെ ഷാഡോ ഓഫ് ഡെത്ത് ആണ് കിടക്കുന്നത്. അപ്പോ എന്താണ് ആ സന്തോഷമൊക്കെ ഒന്ന് പ്രകടിപ്പിക്കുക, എങ്ങനെയാണ് അങ്ങനെ സന്തോഷം കിട്ടിപ്പോയതാണ് എങ്ങനെയാന്ന് എനിക്കും അറിയില്ല. ഞാൻ ടിനു വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ചാവേറുള്ളൊരു മോഷൻ പോസ്റ്റർ മ്യൂസിക് വേണമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ കാരോളേട്ടനെ വിളിച്ചിട്ട് പെട്ടെന്ന് ചെയ്ത ഒരു പീസാണത്. പക്ഷെ നമ്മൾ അതിനെ ഒരു പരീക്ഷണമൊക്കെ നടത്തി അങ്ങനെയൊക്കെ ചെയ്തതാണ്. പിന്നെ അത് എപ്പോഴും ആരോ റീൽ എടുത്തിട്ട് ആ റീൽ കുറച്ച് വൈറലായി, ഭയങ്കര വ്യൂസ് ഒക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 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 കുറെ ആൾക്കാർ, പിന്നെ നമ്മള് ഓൾ ഇന്ത്യ എന്നല്ല, ഇന്ത്യക്ക് പുറത്തുള്ളവരൊക്കെ ഞാൻ എല്ലാത്തിന്റെ അടി പോയി കമന്റ് ഇടും. ഫോറിനേഴ്സ് ഒക്കെ ഇടില്ല, അതിന്റെ അടിയിലൊക്കെ പോയി കമന്റ് ഇടും. ഒരു സന്തോഷം. അങ്ങനെയൊക്കെ അവന്റെ എക്സൈറ്റ്മെന്റിന്റെ അറ്റത്ത് ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പം ഇപ്പൊ ഞാനിപ്പോ ബോംബെ ചെല്ലുമ്പോഴായാലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ അവര് വേറെ ആൾക്കാരെ പരിചയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവര് ഡയറക്ടർ വേറെ ആൾക്കാർ വരും പരിചയപ്പെടുത്തുമ്പോഴോ അങ്ങനെയൊക്കെ അവര് ഇത് ഞാൻ ചെയ്താന്ന് പറഞ്ഞിട്ട് ഇത് കേൾപ്പിക്കുമ്പോ എന്തായാലും ഇത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ റീല്. അപ്പൊ അതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അത് നമുക്ക് പെട്ടെന്നൊരു റെക്കഗ്നീഷൻ കിട്ടുകയൊക്കെ ചെയ്യല്ലോ, പെട്ടെന്ന് അത് ആ റീല് ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ. അപ്പൊ അതൊരു ഭയങ്കര സന്തോഷം കിട്ടിയൊരു പരിപാടിയായിരുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇപ്പൊ ജസ്റ്റിന്റെ ഇപ്പൊ നമ്മളിപ്പോ ഏത് മ്യൂസിക്കൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ നോക്കുകയാണെങ്കിലും യൂട്യൂബിലടക്കം എല്ലാം OST കളും ജസ്റ്റിന്റെ അവൈലബിൾ ആണ്. അപ്പോൾ OST ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുണ്ടോ എപ്പോഴും? OST അത് ഞാനൊരു പിടുത്തം പിടിക്കും എന്നുള്ളൊരു സീനുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത്. എപ്പോഴും അടിപൊളിയായി ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് പാട്ടിനേക്കാളും കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റുന്ന സ്കോറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പാട്ടുള്ള സമയത്ത് നമ്മൾ വിചാരിക്കണോ അല്ലയോ ഒന്നും വിചാരിക്കില്ല, ഈ പാട്ട് എന്തായാലും ഹിറ്റാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പാട്ട് തുടങ്ങുക. പക്ഷെ ചിലപ്പോൾ ആരും കേൾക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ പാട്ടില് എനിക്ക് സ്കോർ കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ട്, കുറച്ചുകൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും തോന്നാറുണ്ട്. പാട്ടാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്. അത് ജസ്റ്റും പണ്ടും പറഞ്ഞിട്ടുണ്ട്, പാട്ട് ചെയ്യുമ്പോൾ എനിക്ക് ടെൻഷൻ വരും, പക്ഷെ സ്കോർ ആകുമ്പോൾ ഞാൻ സന്തോഷിച്ച് ചെയ്യും. സ്കോർ എന്തൊക്കെ ഒരു ഓപ്ഷൻ ഇതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ തരത്തിലൊരു സീനിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ പാട്ട് ചെയ്യുമ്പോൾ ഒരു നല്ല പാട്ടാവുക, അതിനൊരു പ്രത്യേകതകൾ ഉണ്ടാവുക, ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം, ഡയറക്ടർക്ക് ഇഷ്ടപ്പെടാം, എനിക്ക് ഇഷ്ടപ്പെടാം, അങ്ങനെ ഒരു കുറെ കടമ്പകൾ തന്നെ ഉണ്ട്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ ഒരു പേടിയും എനിക്ക് തോന്നുന്നത് നമ്മുടെ വർക്ക് ഒരുപാട് എലിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മള് ഓരോ തവണയും നമ്മളിതിനെ പ്രഷർ ചെയ്യാണല്ലോ അല്ലേ? പിന്നെ ഉറപ്പായിട്ട് പേടി, അത് ഞാൻ വിചാരിക്കാൻ പേടിയുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് എന്തെങ്കിലും നന്നാക്കണം എന്ന് തോന്നുള്ളൂ. സത്യം. അതല്ലെങ്കിൽ പേടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്നത് എല്ലാം സെറ്റാണെന്ന് വിചാരിച്ച പിന്നെ നമുക്ക് നമ്മള് തീർന്നല്ലോ. നമുക്ക് അതിൽ നിന്ന് പിന്നെ ഒന്നും പഠിക്കാനില്ലല്ലോ, വേറെ അതിന്റെ മുകളിലോട്ടില്ലല്ലോ. അതുകൊണ്ട് അതാണ്. പക്ഷെ പേടി അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പേടിയില്ല, ഒരു പേടിയായിട്ട് തന്നെ നിലനിൽക്കുന്ന പേടിയാണെന്നുള്ളത്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ജസ്റ്റിന്റെ പേടി മാറല്ലേ, ഹിറ്റുകൾ വന്നോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. സേതുവാണ് കൂടെ. എന്റെ കൂടെയുള്ളത് മ്യൂസിക് ഡയറക്ടർ ജസ്റ്റിൻ വർഗീസ് ആണ്. കാതോരം, കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. എന്റെ കൂടെയുള്ളത് മ്യൂസിക് പ്രൊഡ്യൂസർ, മ്യൂസിക് പ്രോഗ്രാമർ, അതേപോലെ കിടിലൻ ഓഡിയോ എഞ്ചിനീയർ, കിടിലൻ മ്യൂസിക് ഡയറക്ടർ ജസ്റ്റിൻ വർഗീസ് ആണ്. ജസ്റ്റിനെ ഇനിയിപ്പോ നമ്മൾ ഈ പാട്ടുകളുടെ ഇടയിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജസ്റ്റിന് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പ്ലേ ചെയ്യിപ്പിക്കുന്ന, അവിടെ പോയി റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇപ്പൊ കുറെ നാളും എനിക്ക് തോന്നുന്നത് പാൽത്തു ജാൻവറിലാന്ന് തോന്നുന്നു സരോദ് കൊണ്ടുവന്നിട്ട് അല്ലെ? സരോദായിരുന്നില്ലേ ദോത്താര, സോറി. അപ്പൊ ദോത്താര ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സരോദ് ഞണ്ടുകളുടെ നാട്ടിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, നനവേർ തന്നിട്ടും പാട്ടിലും സ്കോറിലൊക്കെ. പാൽത്തു ജാൻവറിൽ ഉപയോഗിച്ചത് ദോത്താരയാണ്. ഞാനത് എവിടെ കണ്ടതെന്ന് ഓർക്കുന്നില്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ ആ കണ്ട ആ വീഡിയോയുടെ അകത്ത് ദോത്താരാന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ ഇതായിരിക്കും സുബാനിയാണ് പ്ലേ ചെയ്തത്, അപ്പൊ സുബാനിക്ക് ഒരു ഹാർട്ടും കൊടുത്തിട്ടായിരിക്കും അങ്ങനെയായിരിക്കും ചിലപ്പോ. ഞാനപ്പോ അതായിരിക്കും അങ്ങനെ തെറ്റിദ്ധരിച്ചത്. യെസ്, അപ്പൊ അതായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ദോത്താര എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഞാൻ ആദ്യമായിട്ട് അതിനെ കുറിച്ച് കേൾക്കാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ് നമ്മളിപ്പോ ബാൻജോ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ മറ്റു പലതും ഇന്ത്യൻ സിനിമകളിലോ ഇന്ത്യൻ പാട്ടുകളിലോ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ദോത്താര ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, മലയാളം പാട്ടുകളിൽ ഒട്ടും കേട്ടിട്ടില്ല. അപ്പോ അതിലേക്കൊക്കെ എങ്ങനെയാണ്, അങ്ങനെ ഒരു ഡിസിഷനിലേക്കൊക്കെ എങ്ങനെയാ വരുന്നത്, എപ്പോഴാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെ വേണം? ഇപ്പൊ എന്താ വെച്ചാൽ പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ ഒരു കണ്ണൂർ പശ്ചാത്തലമാണ്. ഇപ്പൊ ചാവേർ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ ഒരു കണ്ണൂർ പശ്ചാത്തലം തന്നെയാണ്. ഈ പാൽത്തു ജാൻവറും കണ്ണൂരാണ്. അപ്പൊ ഞാൻ അതിന്റെ അകത്ത് കണ്ണൂരിൽ ഇപ്പോ എന്താണ് നമുക്ക് അവിടെ അങ്ങനെ ഇപ്പൊ ചാവേറിലാവുമ്പോൾ നമുക്ക് തെയ്യം അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊരു ഗ്രാമം, പശുക്കൾ, വളർത്തു മൃഗങ്ങള്, അങ്ങനത്തെ ഒരു ക്യൂട്ട് പരിപാടികളാണല്ലോ. അപ്പൊ എനിക്ക് പിന്നെ ആ സമയത്ത് ഞാനിങ്ങനെ കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റുകളൊക്കെ കൊണ്ടുവന്നാൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും എന്ന് തോന്നിയതുകൊണ്ടാണ് കുറച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തപ്പി നോക്കിയത്. അപ്പം
ദോത്തരം മ്യൂസീഷ്യൻസിനൊക്കെ അറിയാവുന്ന ഒരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. അപ്പം എനിക്കത് ഞാൻ വിചാരിച്ചു അത് ഓക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ കൽക്കട്ട പോയിട്ട് റെക്കോർഡ് ചെയ്യാനായിരുന്നു എന്റെ പരിപാടി. അപ്പൊ ഞാൻ ദിലീഷേട്ടനോടൊക്കെ പറഞ്ഞ സെറ്റ് ആയിട്ടിരുന്നപ്പോ സുബാനിനെ എനിക്ക് നേരത്തെ അറിയാം. സുബാനി മറ്റേ ബാഹുബലി RRR വായിക്കുന്ന വലിയ ടീമാണ് KGF. പക്ഷെ അപ്പൊ പുള്ളീനെ ഞാൻ മ്യാവുമായിട്ട് ബന്ധപ്പെട്ട് പാട്ടുകളിലും സ്കോറിലൊക്കെ കുറെ വായിച്ച് പരിചയമുണ്ട്. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങോരോട് സംസാരിച്ചപ്പോ പുള്ളിക്കാരൻ ആദ്യമായിട്ട് ഒരു ദോത്താര് വാങ്ങിച്ചു കറക്റ്റ്. അപ്പൊ ഞാൻ പുള്ളി ചെന്നൈ വരാന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നൈ പോയിട്ട് പുള്ളി വാങ്ങിച്ച ഇൻസ്ട്രുമെന്റിൽ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തതായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം കൂടി അതിന് കിട്ടി. അപ്പൊ ഇങ്ങനെ ഓരോന്ന്. ഓ അടിപൊളി. അപ്പൊ ജസ്റ്റിൻ വർഗീസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, കേട്ടുകൊണ്ടിരിക്കുക. പാൽത്തു ജാൻവർ സിനിമയിലെ ഒരു കലക്കൻ പാട്ട് അമ്പിളിരാവും കൊടുത്താലോ ജസ്റ്റിൻ, എന്താണ് അഭിപ്രായം? ഓ സന്തോഷം. എനിക്ക് ഭയങ്കര ചെയ്ത പാട്ടുകൾ വളരെ ഇഷ്ടപ്പെട്ട് എനിക്ക് നമുക്ക് ചില പാട്ടോട് നമ്മൾ ചെയ്തതിനോട് ഇഷ്ടം വരുന്ന പോലെയുള്ള ഒരു പാട്ടാണ് അമ്പിളിരാവ്. എന്റെ ഭയങ്കര ഞാൻ ചെയ്ത പാട്ടുകൾ എന്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ്. സേതു ഞെട്ടിക്കല് നിർത്തിയിട്ടില്ല ജസ്റ്റിനെ. അപ്പൊ ആ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജസ്റ്റിൻ വർഗീസ് എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. എന്റെ കൂടെയുള്ളത് മ്യൂസിക് ഡയറക്ടർ ജസ്റ്റിൻ വർഗീസ് ആണ്. സ്റ്റേറ്റ് അവാർഡ് നിറവിൽ നിൽക്കുന്ന ആളാണ് ഇപ്പൊ എന്റെ കൂടെയുള്ളത്. ജസ്റ്റിനെ, ഇനിയിപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു, മ്യൂസിക് പ്രൊഡക്ഷന്റെ കാര്യം പറഞ്ഞു. ഇതിന്റെ ഒപ്പം നമ്മൾ പറയേണ്ട ഒരാളുടെ പേരുണ്ട്, അത് ബിജി ബാൽ എന്നുള്ള ആ ഒരു പേരാണ്. അതെ അതെ അതെ. സ്വന്തം ചേട്ടനാണോ ബിജി ചേട്ടൻ എന്ന് ചോദിച്ചാൽ ജസ്റ്റിൻ പറയും അതെ എന്റെ സ്വന്തം ആളാണ്, എന്റെ സ്വന്തം ചേട്ടനാണെന്ന് പറയും. അപ്പൊ അത്രയും വലിയൊരു ബ്രദർലി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ആ ബന്ധത്തെ കുറിച്ച് പറയൂ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ലൗഡ് സ്പീക്കറിലാണ് ഒരുമിച്ച് തുടങ്ങുന്നതെന്ന് തോന്നുന്നു അല്ലേ? ലൗഡ് സ്പീക്കറിലാണ് ഒരുമിച്ച് തുടങ്ങുന്നതല്ല. അല്ല, ഒരുമിച്ചല്ല, ഒരു സിനിമയിൽ ഒരു 3 മിനിറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് അതിന്റെ അയ്യോ ഞാൻ ഒരു വാക്ക് പറഞ്ഞപ്പോ പ്രശ്നമായേനെ ഇപ്പൊ. അതല്ല, അതായത് ഞാൻ ആദ്യമായിട്ട് വേറെ സിനിമയിലാണ് തുടങ്ങിയത് ബിജേട്ടനോട്. പക്ഷെ ആ സിനിമ പിന്നെ ബിജേട്ടൻ ചെയ്തില്ലായിരുന്നു, അത് പിന്നെ മാറി ചെയ്തു. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്കപ്പോ ഞാൻ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോ ഈ സിനിമയാണ് വന്നത്. അപ്പം ലൗഡ് സ്പീക്കർ അപ്പം അങ്ങനെ ആദ്യമായിട്ട് ചെയ്തതാണ്. അതിന് കുറച്ചേ ചെയ്തിട്ടുള്ളൂ. എന്നാലും തിയേറ്ററിൽ പോയിരുന്ന ആദ്യമായിട്ട് നമ്മൾ ചെയ്തൊരു സാധനം കേട്ടതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ ബിജി ചേട്ടന്റെ കൂടെ അപ്പമായിട്ട് തുടങ്ങിയതാണ്. പിന്നെ അങ്ങനെ ഭയങ്കര എന്താ പറയുക, ആ ബന്ധം വളർന്നു. അത് ഇപ്പോഴും ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് എപ്പോഴും സപ്പോർട്ടായിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് എന്താ പറയണ, ഇപ്പൊ ജസ്റ്റിൻ ആദ്യമായിട്ട് പാട്ടുകൾ ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ അകത്തും ബിജി ചേട്ടന്റെ 2 മക്കളും പാടിയിട്ടുണ്ടല്ലേ? അത് എന്താ പറഞ്ഞ വളരെ അവിചാരിതമായിട്ട് സംഭവിച്ച, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള സൗമ്യയും ആ പാട്ടിലുണ്ട്. അപ്പൊ അങ്ങനെ ബന്ധങ്ങൾ എപ്പോഴും ഉറപ്പായിട്ടും. ഇതെല്ലാം ഞാൻ പറഞ്ഞപ്പോ എന്റെ കൊച്ചു പാടിയായാലും ഇപ്പൊ ബി ചേട്ടന്റെ കൂടെ അങ്ങനെ ഉണ്ടായിരുന്നോണ്ട് ഞാൻ അവരെ കൊണ്ട് പാടിച്ചതോ ഇല്ലെങ്കിൽ ഇപ്പൊ എന്റെ ആദ്യത്തെ അങ്ങനെ ഒന്നും അല്ല സംഭവിച്ചത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ളത് വിപിൻലാല്, ആദ്യത്തെ സിനിമയിൽ വിപിൻലാല് പാടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അവനാണ് എന്റെ പ്രോഗ്രാമിംഗ് പരിപാടികളൊക്കെ എന്നെ പഠിപ്പിച്ചു തന്ന എന്റെ ഗുരു. നനവേറെ. അപ്പൊ നനവേറയില് അപ്പൊ എനിക്ക് വിപിൻലാലിനോട് പാടിക്കണം. അതുപോലെ ഗോവിന്ദും എന്റെ മറ്റൊരു ഗുരുവാണ്. അപ്പൊ ഗോവിന്ദിനെയും എനിക്ക് ഫസ്റ്റ് ഫിലിമിൽ എന്തെങ്കിലും വേണം. അപ്പൊ ഗോവിന്ദ് അതിനകത്ത് വയലിൻ വായിച്ചായിരുന്നു. അപ്പൊ അവർ അങ്ങനെ വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ജാതിക്കത്തോട്ടത്തില് അവര് പാടിയതൊക്കെ എനിക്ക് ഏറ്റവും അടുത്ത് ആക്സസ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണല്ലോ ഇത്. നമ്മളുടെ ഫാമിലി പോലെയുള്ള സ്ഥലങ്ങളാണല്ലോ അവിടെ. അപ്പൊ ഒരു കുട്ടി ഇപ്പൊ ഞാൻ പറഞ്ഞു മോളെ കൊണ്ട് ഞാൻ പഠിപ്പിച്ചത് പെട്ടെന്ന് എനിക്ക് ഒന്ന് പഠിപ്പിച്ച് നോക്കാൻ പറ്റിയ ഒരാൾ മോളാണല്ലോ, അതുകൊണ്ട് പഠിപ്പിച്ചു നോക്കി. അത് എന്ന് പറഞ്ഞാൽ അന്ന് ആ സമയത്ത് ദേവനെ കൊണ്ട് പഠിച്ചു നോക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ പഠിപ്പിച്ചു നോക്കി. സൗമ്യനെ പെട്ടെന്ന് വിളിക്കാൻ പറ്റും, സൗമ്യനെ വളരെ നാളായിട്ട് അറിയാം. അപ്പൊ സൗമ്യനെ പെട്ടെന്ന് പാടിച്ചു നോക്കുന്നു, അല്ലെങ്കിൽ ദയക്കുട്ടീനെ പഠിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് പരിചയമുള്ളതോ അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ആക്സസ് ഉള്ളതുകൊണ്ടാണ് അവര് വിളിച്ചത്. അതെ, പക്ഷെ അവര് പാടിയപ്പോ അതിന് രസം വന്നു. അതെ, പിന്നെ എനിക്ക് തോന്നുന്നത് പിള്ളേർക്ക് ഇപ്പൊ കുട്ടികൾക്കാകുമ്പോഴത്തേക്ക് ഇപ്പൊ ജസ്റ്റിനെ എന്നും കാണുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവരൊരു കുടുംബത്തിലൊരാളായോണ്ട് പിള്ളേർക്കും പേടിയില്ലല്ലോ പാടാനായിട്ട്. ജസ്റ്റ് പാടിക്കുന്നല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പോ കേൾക്കാൻ പോകുന്നത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പാട്ട് ജാതിക്കാത്തോട്ടം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ജസ്റ്റിൻ വർഗീസ്, മ്യൂസിക് ഡയറക്ടർ. ഒരുപാട് സിനിമകൾ, ഇപ്പൊ മ്യാവു അടക്കമുള്ള, അല്ലെങ്കിൽ ഇപ്പോ സൂപ്പർ ശരണ്യ, അതേപോലെ തന്നെ അങ്ങനെ ഹിറ്റുകൾ, ഇപ്പോ ലേറ്റസ്റ്റ് അജഗജാന്തരം പോലെയുള്ള സിനിമകളിലൊക്കെ മ്യൂസിക് ഡയറക്ടറായിട്ട്, ചാവേറിന്റെ മ്യൂസിക് ഡയറക്ടറൊക്കെ ആയിട്ടുള്ള ജസ്റ്റിൻ വർഗീസ് ആണ് കൂടെയുള്ളത്. ജസ്റ്റിനെ നമ്മൾ ഇനിയിപ്പോഴേ ഒരു ബന്ധങ്ങളെ കുറിച്ചുള്ള വേറൊരു ചോദ്യത്തിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അതായത് ചില ആളുകളെ കാണുന്നതും കണ്ടുമുട്ടുന്നതും ഒക്കെ നല്ലതിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണോ ജസ്റ്റിൻ?
എങ്ങനെയാണ് ആളുകളുമായിട്ടുള്ള കമ്പനി നെറ്റ്വർക്കിംഗ്, അല്ലെങ്കിൽ ആളുകൾ ഒരു ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? ഞാൻ തീർച്ചയായിട്ടും എക്സ്ട്രോവേർട്ട് ആണ്. എന്നോട് ചോദിക്കണോന്ന്. അതെ അതെ അതെ, ഇടിച്ചേറി സംസാരിക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ പുതിയൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് പാടിക്കണം, എനിക്കൊരു ഇപ്പൊ ഞാൻ ക്രിസ്റ്റഫർ ചെയ്തപ്പോ എന്തൊരു റാപ്പ് പാടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ജാക്ക് സ്റ്റൈൽസ് എന്ന് പറഞ്ഞ റാപ്പറെ, എനിക്ക് അയാളെ കണ്ടപ്പോ മീൻസ് അയാളുടെ ട്രാക്സ് കേട്ടിട്ടുണ്ട്. അപ്പം ഇയാളെ കൊണ്ട് പാടിക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഇവരൊക്കെ എങ്ങനെയായിരിക്കും, ഇവരൊക്കെ എങ്ങനെ ഡീൽ ചെയ്യും, ജാടയായിരിക്കും, ഇങ്ങനെയുള്ള ഇതാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെയുള്ള പുതിയ ആൾക്കാർ ഇപ്പം ഒരു പാട്ട് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള സിംഗറെ കൊണ്ട് പാടിക്കണം, എങ്ങനെ ഇതൊക്കെ ആ സ്ഥലം വരെ ഒന്ന് എത്തിക്കിട്ടും എന്നുള്ളതിനകത്ത് ഞാൻ ഭയങ്കര ടെൻഷനാണ് എനിക്ക് എപ്പോഴും. പക്ഷെ എന്റെ ഭാഗ്യത്തിന് പിന്നെ ഞാൻ ഈ പേടിച്ച റാപ്പർ പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുമായിരുന്നു. അപ്പൊ അവിടെ അത് എങ്ങനെയൊക്കെയോ എന്റെ ഭാഗ്യം കൊണ്ട് അങ്ങനെ എത്താറുണ്ട് എല്ലാവരുമായിട്ടും. അല്ലെങ്കിൽ അതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു ഹിന്ദി മൂവി ചെയ്യുമ്പോൾ ആ ഡയറക്ടറിനെ വിളിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ തന്നെ, ഇയാളായിട്ടൊക്കെ എങ്ങനെ പോകും മുമ്പോട്ട്. പക്ഷെ നമ്മളിവിടെ വരുന്നു, അവരിവിടെ തട്ടുകടയിൽ പോയി പല ഫുഡ് അടിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എനിക്ക് അവരായിട്ടൊക്കെ എല്ലാവരായിട്ടും പിന്നെ നമുക്ക് എല്ലാ ബന്ധങ്ങളും എല്ലാം നല്ലതാവോ ചീത്തയാവുന്നൊന്നും വിചാരിച്ചിട്ടല്ല. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. ഒരാള് സംസാരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു നല്ല വൈബ് അല്ലെങ്കിൽ ഞാൻ അധികം അവരായിട്ട് അടുക്കാറില്ല. എനിക്ക് ഒരു എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് വൈബ് കിട്ടിയാൽ പിന്നെ ഞാൻ അങ്ങോട്ട് അധികം അടുക്കാറില്ല. പക്ഷെ എനിക്ക് ഒരു പോസിറ്റീവ് വൈബ് കാണുന്ന ആൾക്കാരെ ഞാൻ അവരെ അങ്ങോട്ട് വെറുപ്പിക്കും. അവര് നമ്മുടെ ലൈഫിലുള്ളത് മീൻസ് നമുക്ക്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ എനിക്കൊരു നെഗറ്റീവ് വൈബ് ഉണ്ടാവുന്ന ആൾക്കാരെ മാക്സിമം ഞാൻ ലൈഫിൽ നിന്നും അധികം ഞാൻ അവരായിട്ട് അടുക്കാറില്ല. അപ്പം അതുകൊണ്ട് ഞാനത് ചെയ്യുമ്പോ പരിചയപ്പെടും അല്ലെങ്കിൽ സംസാരിക്കുമ്പോ ഒക്കെ ഒന്നും അങ്ങനെയല്ലേ, മീൻസ് പരിചയപ്പെടുമ്പോ അവരെ ഒബ്സർവ് ചെയ്യും, ഉറപ്പായിട്ട് ഒബ്സർവ് ചെയ്യും. അതല്ലാതെ നല്ലതിനായിരിക്കുമോ മോശമായിരിക്കുമോ എന്നുള്ളത് വഴിയാണല്ലോ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും അവർ പറയുന്ന കാര്യങ്ങള്, അവരുടെ ഫിലോസഫി എന്താണ്, അല്ലെങ്കിൽ ഓരോ കാര്യത്തിലുള്ള തോട്ട്സ് എന്താണ്, അതൊക്കെ ഞാൻ എപ്പോഴും അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നോക്കാറുണ്ട് പരിചയപ്പെടുമ്പോഴൊക്കെ. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സർക്കിളിൽ അവരെ വെക്കണോ വേണ്ടോ തീരുമാനിക്കുന്നതല്ലേ? അതെ, ഉറപ്പായിട്ടും അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞ എനിക്ക് അങ്ങനെ അത്യാവശ്യം എന്റെ കൂടെയുള്ള എല്ലാവരും അത്യാവശ്യം നല്ല ആൾക്കാർ, നല്ല ഹ്യൂമൻ ബീങ്സ് ആണ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ കൂടെയുള്ള അവരെല്ലാവരും ഭയങ്കര നൈസാണ്. എല്ലാവരും എന്റെ ലൈഫിന്റെ പാർട്ടായത് എനിക്കും ഭയങ്കര സന്തോഷമാണ്. പിന്നെ എനിക്ക് ജസ്റ്റിനിൽ ഏറ്റവും കൂടുതൽ തോന്നിയിരിക്കുന്ന ഒരു ഇത് ഇരുത്തിക്കൊണ്ട് ഞാൻ പൊക്കി പറയല്ല കേട്ടോ, നാളെ വിളിക്കുമ്പോ ഫോൺ എടുക്കാതിരിക്കരുത്. അതായത് ജസ്റ്റിൻ മറ്റൊരാളുടെ വിജയത്തിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേളയിലെ പാട്ടിനെ കുറിച്ച് നമ്മൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ മുതൽ അന്ന് ഞാൻ ടെസ്സയെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അത്രയും നാൾ അത് കഴിഞ്ഞിട്ട് ടെസ്സ ചാവറ എന്നുള്ള സിംഗർ പിന്നീട് ഒരുപാട് പാട്ടുകളൊക്കെ പാടിയെങ്കിലും ജസ്റ്റിനാണ് ആ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ജസ്റ്റിൻ്റെ ആദ്യത്തെ സിനിമ, ജസ്റ്റിൻ റിസ്ക് എടുക്കുന്നു, എന്നാലും കുഴപ്പമില്ല, ഈ ഇമ്പോർട്ടൻറ്റ് സീനിലുള്ള പാട്ടാണ് അത്, അവൾ നന്നായിട്ട് പാടുന്ന കുട്ടിയല്ലേ എന്ന് തീരുമാനിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അതെനിക്ക് എനിക്ക് സ്വഭാവത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. മുത്താണ് നിങ്ങൾ. അല്ല, സത്യത്തിൽ അതൊരു സ്വഭാവത്തിന്റെ വലിയ കാര്യമായിട്ട് ചെയ്യാനില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് എന്റെ വലിയ നല്ല ക്വാളിറ്റി അല്ല, അത് എന്റെ ഒരു സെൽഫിഷ്നെസ് ആയിട്ട് തോന്നിയിരിക്കും. കാരണം എന്ന് വെച്ചാല് 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ അശുഭമംഗലകാരി പാടി പയ്യന്റെ ശരത്ത്, അവന്റെ വോയിസ് കേട്ടപ്പോ എന്റെ ഉള്ളില് ഇവനെ ആദ്യം പഠിപ്പിക്കുന്നത് ഞാനായിരിക്കണം എന്നാണ്. അപ്പൊ ഇവന്റെ വോയിസ് നാട്ടുകാരായിട്ട് പൊളിയെന്ന് പറയുന്നത് എന്റെ പാട്ടിലായിരിക്കണം എന്നുള്ള ഒരു സ്വാർത്ഥതയാണ്. അവരിപ്പോ എന്റെ അടുത്ത് പറയാറ്, നിങ്ങൾ പുതിയ കുറെ ആൾക്കാർക്ക് ചാൻസ് കൊടുത്തു എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാൻ ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ്. ആക്ച്വലി അവരെ കൊണ്ട് എനിക്കാണ് ഗുണമുണ്ടായിട്ടുള്ളത്. അവർ പാടിക്കൊണ്ടാണ് എന്റെ പാട്ട് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇത് ഡിഫറെന്റ് ആണ്, നിങ്ങൾ വെറൈറ്റി ആണെന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ആ വെറൈറ്റി കൊണ്ടുവരാനുള്ള മേജർ കാരണം ഇവരൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ശബ്ദത്തിൽ തന്നെ പാടിപ്പിക്കുമ്പോൾ അത് നല്ല പാട്ട് വരാം, നല്ലതായിട്ട് വരാം. പക്ഷെ ഇങ്ങനെയുള്ളവർ വരുമ്പോഴാണല്ലോ ഭയങ്കര ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ആക്ച്വലി അതിനകത്തൊരു മ്യൂച്വൽ പരിപാടിയാണ്. അത് അവരുടെ ഗുണം ഞാൻ എടുക്കുന്നു. അതായത് ഞാൻ ഒരു പടം എനിക്ക് നല്ലത് വന്നുകൊണ്ട് അവർക്ക് ആ പടത്തിന് ഭാഗമാകാൻ പറ്റുന്നു. അപ്പൊ അത് അങ്ങനെയാണ് അതിനെ കാണാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാനൊരു 10 പുതിയ പാട്ടുകാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു അവസരം കൊടുക്കലിൽ ഞാൻ അങ്ങനെ എത്ര വിശ്വസിക്കുന്നില്ല. ആക്ച്വലി ജഗതി ചേട്ടൻ ഒരു പടത്തിൽ പറഞ്ഞല്ലേ, മംഗളം ഭവന്തു, ആ ചിന്ത അങ്ങനെ ഇരിക്കട്ടെ. കുറെ പുതിയ ആൾക്കാരെ കൊണ്ട് മംഗളം ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത
അടുത്ത പാട്ടിലേക്ക് പോകുന്നു. പാട്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ജസ്റ്റിൻ ഒരു അങ്കമാലിക്കാരനാണ്. ജസ്റ്റിന്റെ പോലെ എനിക്ക് വളരെ ഏറെ പരിചയമുള്ള, മലയാളികൾക്ക് ഏറെ പരിചയമുള്ള മറ്റൊരു അങ്കമാലിക്കാരനുണ്ട്. അദ്ദേഹം ജോസഫ് അന്നംകുട്ടി ജോസാണ്. നിങ്ങൾക്ക് രണ്ടുപേരും കൂടി ഒരു കോമൺ ഒരു സംഗതിയുണ്ട്, ജസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. ഏതായാലും അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകണം. അതിനോട് കേട്ടുകൊണ്ടിരിക്കുക. സേതുവാണ് കൂടെ. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. എന്റെ കൂടെയുള്ളത് മ്യൂസിക് ഡയറക്ടർ ജസ്റ്റിൻ വർഗീസ് ആണ്. സംസാരിച്ച് നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. ഇനിയിപ്പോ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ SK ഹോട്ട്സ്പോട്ട് വൈൻഡപ്പ് ചെയ്യും. ആ സമയം വരെ നമ്മൾ എത്തി. അപ്പോ ജസ്റ്റിനെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ ജോസഫ് അന്നംകുട്ടി ജോസും ജസ്റ്റിൻ വർഗീസും രണ്ടുപേരും അങ്കമാലിക്കാരാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്കമാലിക്കാരെന്നുള്ളൊരു ബന്ധം മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നേ ഈ പൊതുവെ അങ്കമാലിയിൽ നിന്ന് ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഈ കുറെ പേർക്ക് ഒരു സെമിനാരി ബന്ധമുണ്ട്. അത് ആ ഒരു സെമിനാരി ബന്ധത്തിന്റെ ആ ഒരു സെമിനാരി നൽകിയ കുറെ ഗുണങ്ങളുണ്ട്. ഇപ്പോ എന്താ പറഞ്ഞ, ഇപ്പം മ്യൂസിക് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് സ്ട്രോങ് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് ആദ്യം തന്നെ സെമിനാരി പോകുമ്പോ തന്നെ ഈ പാട്ട് അവിടെ പോയി കഴിഞ്ഞാൽ കീബോർഡ് പഠിക്കാൻ പറ്റും. ഇങ്ങനെ എന്റെ അപ്പച്ചൻ എന്നെ ആദ്യം ഇപ്പൊ വേണ്ട, അടുത്ത വർഷം ആവട്ടെ എന്ന് പറഞ്ഞിങ്ങനെ 8th ആവട്ടെ 10th ആവട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും. അപ്പൊ ആരും എൻ്റെ അടുത്ത് അവിടെ പോയി കഴിഞ്ഞാല് ഇതൊക്കെ പഠിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തൊട്ട് എന്നെ അവിടെ കളിയാക്കൽ തന്നെ മറ്റേ അലക്കും കുളിയും ഇതൊന്നുമില്ല, ഫുൾ കീബോർഡിന്റെ പുറത്തിരിക്കലാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കളിയാക്കി കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കത് അപ്പൊ അവിടെ ചെന്നപ്പോ ഫുൾ അതിന് പറ്റുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് എനിക്ക് ഒരു സൗണ്ട് എഞ്ചിനീയറിങ്ങിന് പോകാം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അല്ലെങ്കിൽ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പേ ഞാൻ ചെറുതായിട്ട് പ്ലാൻ ഇട്ട് തുടങ്ങി, പുറത്തു പോയിട്ട് എന്ത് ചെയ്യുന്ന വിചാരിച്ചിട്ട്. അപ്പൊ ആ പ്ലാനിൽ തന്നെ ഈ മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യത്തിൽ പോകുന്ന ആ ചിന്ത കൂടുതൽ ഉണ്ടാവും. കാരണം ആ സമയത്ത് കീബോർഡ് ഉണ്ടായിരുന്നു. അപ്പൊ കീബോർഡിൽ വെറുതെ എന്തെങ്കിലും കമ്പോസ് ചെയ്യായിരുന്നു. അപ്പം ഇതൊക്കെ അവിടെ സെമിനാറിൽ വെച്ചിട്ട് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ അവിടെ കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കർണാട്ടിക് മ്യൂസിക് കൂടുതൽ ഇഷ്ടപ്പെടുത്തിയതും അത് കൂടുതൽ നമ്മുടെ ഒരു പാഠ്യ വിഷയമാക്കാനൊക്കെ സഹായിച്ചത് സെമിനാരിയാണെന്ന് ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതും അങ്ങനെയല്ല സെമിനാരിൽ എല്ലാവരും മ്യൂസിക് പഠിക്കണമായിരുന്നു. എല്ലാവരും പരീക്ഷകളൊക്കെ പാടാൻ അറിയുന്നവരും അറിയാത്തവരും എല്ലാവരും ഇരുന്ന് പാടിപ്പിക്കുമായിരുന്നു. എന്നെ സത്യത്തിൽ അന്ന് കർണാട്ടിക് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇഗ്നേഷ്യസ് എന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു. അച്ഛൻ ഗാനഭൂഷൺ ഒക്കെ ഉള്ള ഒരു അച്ഛനാണ്. അപ്പൊ ആ അച്ഛൻ എന്നെ ഈ അവാർഡ് കിട്ടിയപ്പോ ഇപ്പോഴും വിളിച്ചായിരുന്നു. അപ്പൊ അച്ഛൻ ആദ്യം നമ്മള് പരീക്ഷ പാടുന്നു, ആദ്യം രാഗം തുടങ്ങുന്നു, ഇതൊക്കെ സെമിനാരിൽ വെച്ചിട്ടായിരുന്നു ആദ്യം. അപ്പൊ ഇങ്ങനെ രാഗങ്ങളെ പറ്റിയും ഇതൊക്കെ ആദ്യമായിട്ട് അറിഞ്ഞതും സെമിനാരിൽ വെച്ചിട്ട് വന്നത്. അച്ഛന്മാർക്ക് പാടാനുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സെൻസ് ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട് നിർബന്ധമായും എല്ലാവരും കർണാട്ടിക് മ്യൂസിക് പഠിക്കണം. പക്ഷെ അന്ന് പഠിച്ച ബാലപാഠങ്ങളാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. പിന്നെല്ലാം എന്റെ കൂടെയുള്ളവരൊക്കെ ഭയങ്കര ഇതിന്റെ അധികായന്മാരായതുകൊണ്ട് അവരുടെ അടുത്തിരുന്നിട്ടാണ് ബിപിൻ ലാലും അതുപോലെ ബിജുചേട്ടൻ, ഗോവിന്ദ്, ഇവരൊക്കെ അങ്ങനെയൊക്കെ എല്ലാവരുടെ അടുത്തിരുന്നിട്ടാണ് ഇതേതരാകും എന്ന് ചോദിച്ചാൽ അവരെ വെറുപ്പിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ഒരു സംസാരം നിർത്തുന്നതിന് മുന്നായിട്ട് ഇനിയിപ്പോ നമ്മൾ OKCKയുടെ കാര്യം പറഞ്ഞു, അതേപോലെ വേറെ ഏതൊക്കെയാണ് പ്രോജക്ട്സ്? പുതിയത് ഇപ്പൊ ആദ്യം റിലീസ് ആവുന്നത് ബേസിൽ നായകനായിട്ടുള്ള ആർട്ട് ഡയറക്ടർ ആയിട്ടുള്ള ജ്യോതിശങ്കർ ഡയറക്ട് ചെയ്യുന്ന പൊന്മാൻ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള സിനിമകള് ദാവീദ് എന്ന് പറഞ്ഞിട്ട് ആന്റണി ഹീറോ ആയിട്ടുള്ളൊരു പടമുണ്ട്. ഗോവിന്ദ് എന്ന് പറഞ്ഞ പുതിയ ഡയറക്ടറാണ്. പിന്നെ അതുപോലെ പൈങ്കിളി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ നമ്മുടെ ആവേശത്തിന്റെ ഡയറക്ടർ ജിത്തു സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ശ്രീജിത്ത് ഏട്ടൻ ഡയറക്ട് ചെയ്യുന്ന ഒരു പടം, അതും ഷഹദ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നമ്മളുടെ അംബാൻ ഉണ്ടല്ലോ, ആവേശത്തിൽ അംബാൻ ഹീറോ ആയിട്ടുള്ള സിനിമയാണ്. അത് ആ സിനിമയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള സിനിമ ഒടുങ്കുതിര ചാടുംകുതിര, അതുപോലെ ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ കൂടി ഉണ്ട്. നിവിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നയൻതാരയൊക്കെ ഉള്ള സന്ദീപ് ജോർജ് ഡയറക്ട് ചെയ്യുന്ന പടം. അപ്പൊ അങ്ങനെ കുറച്ച് സിനിമകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ചിലപ്പോ ഇതുപോലെ ഒരു ഹിന്ദി പരിപാടി കൂടി വന്നേക്കാം. അത് ഒന്ന് ഉറപ്പായിട്ട് പിന്നീട് പറയാം. കലക്കട്ടെ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ കർണാട്ടിക് മ്യൂസിക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോ കേൾക്കാൻ പോകുന്നത് അന്നപൂർണ എന്നുള്ള ആ ഒരു ദീക്ഷിതർ കൃതിയാണ്. ഓക്കെ, അപ്പൊ ആ ദീക്ഷിതർ കൃതിയുടെ ഒരു റീപ്രൈസ് വേർഷൻ നമുക്ക് ഒരു മുത്തു പോലെ നമുക്ക് മ്യാവൂല് ജസ്റ്റിൻ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു വേർഷനാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജസ്റ്റിനെ, നമ്മളെ സംസാരം തുടർന്നുകൊണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ മെസ്സേജ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ SK ഹോട്ട്സ്പോട്ടിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. കേട്ടുകൊണ്ടിരിക്കുക. എന്റെ കൂടെ ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് അവാർഡ് വിന്നർ മ്യൂസിക് ഡയറക്ടർ ജസ്റ്റിൻ വർഗീസ് ആണ്. സേതുവാണ് കൂടെ. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.